അപ്പൊ ഉച്ചയായപ്പോ മമ്മിക്ക് മന്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ മമ്മി നന്നായിട്ട് മന്തി ഉണ്ടാക്കും. അപ്പൊ ഒരു മകന്റെ അടുത്ത് അമ്മ പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണമല്ലോ, നമ്മളല്ലേ മമ്മി, നന്മയുള്ള ലോകമേ, അപ്പൊ അതാവണം. ഓക്കെ, അപ്പൊ ഞാനിത് സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ പൈസ നോക്കില്ല കൈസ്, ഞാൻ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മമ്മിക്ക് വാങ്ങിച്ചു. മമ്മി അത് സൂപ്പറായിട്ട് ഉണ്ടാക്കും ആ മന്തി. ആ മന്തി എങ്ങനെയാണ് മമ്മി ഉണ്ടാക്കുന്നത്? തേങ്ങ തിരിയതും രുചിയുള്ള പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി, പുളി, ഉപ്പ്, കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ ഒരു റോക്കിൽ വെച്ച് അരയ്ക്കണം. ഒരു മെഷീൻ ഉണ്ട്, അത് റോക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് 2 ഡിവൈസും അത് റോക്ക് വെച്ചിട്ടാണ്. അതിന്റെ മുകളിൽ ഈ അമ്മ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് എന്റെ മമ്മി 2 കൈ ഉപയോഗിച്ച് അത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒരു മെഷീൻ മൂവ് ചെയ്യും മറ്റേ മെഷീന്റെ മുകളിലേക്ക്. അപ്പൊ ഇത് അതിന്റെ ഷേപ്പ് അങ്ങ് മാറും. ഞാൻ അന്തം വിട്ടുപോയി, എന്റെ മമ്മി ഇതൊക്കെ എങ്ങനെ പഠിച്ചു? കാരണം നമുക്കറിയാൻ വഴിയില്ല. മമ്മി ഇതെങ്ങനെ പഠിച്ചു? യൂട്യൂബ് നോക്കി പഠിച്ചോ? മമ്മി യൂട്യൂബ് നോക്കി പഠിച്ചു ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇതായിട്ട് ഉണ്ടാക്കുമ്പോൾ ആ മന്തി കിട്ടി. ആ മന്തി സൂപ്പർ ടേസ്റ്റി മന്തി ആയിരുന്നു. എന്ത് മന്തി ആയിരുന്നു മമ്മി? ചമ്മന്തി ആയിരുന്നു. അത് സൂപ്പർ ആയിരുന്നു ആ മന്തി. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ റൈസ് ഉണ്ടായിരുന്നു മമ്മി. മന്തി റൈസ് ഉണ്ടായിരുന്നു. മന്തി റൈസ് കഞ്ചി വെള്ളമാണ്. മന്തി റൈസ് വിത്ത് വാട്ടർ, അതായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അല്ലേ മമ്മി? ഓ, ചിന്തിക്കാൻ കൂടി പോയത്. അത് ഇന്ത്യൻ ഡിഷാണോ? ഇന്ത്യയിലും ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കും, നല്ല നിങ്ങൾ പുതിയൊരു അനുഭവമായിരിക്കും ഈ ഡിഷ് അല്ലേ? നല്ലൊരു അനുഭവമായിരിക്കും. ആദ്യമായിട്ട് നിങ്ങൾ കഴിക്കാൻ പോകുന്നത്. ഞാൻ സ്കാൻഡിനേവിയയിലായിരുന്നപ്പോ എന്റെ മമ്മി എനിക്ക് ചോറ് അതിലായിരുന്നു പൊതിഞ്ഞു തന്നു അല്ലേ മമ്മി? സ്കാൻഡിനേവിയയിലായപ്പോ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് റൈസ് അടിയും, പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് ഈ പറഞ്ഞ ഈ മന്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് റൈസ് വെച്ചിട്ട് മുകളിൽ ഒരു മുട്ടയും വെച്ചിട്ട് അവിടെ സ്കൂളിൽ നിന്ന് തന്നെ പറയുന്നത്. ഇവിടെ അങ്ങനെ തന്നെ പറയുന്നല്ലേ, സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ എന്നെ തന്നു വിടുമായിരുന്നു. ഓ, ചിന്തിക്കാൻ കൂടി വയ്യ ആ കാലഘട്ടം. കഞ്ഞി കുടിക്കാൻ പ്ലാവല കോട്ടയത് കൊണ്ട് ഓടടാ ഓട്ടം ആൺപിള്ളേരും വലിയ പിള്ളേരും ഒക്കെ വെള്ളത്തിൽ കൂടെ വിളമ്പി കൊടുക്കും. ചൂട് സാധനമാണ്. ഇപ്പൊ ചോറാക്കിയമ്മ, ചോറും പയറ് തോരനൊക്കെ ആയി. ഇപ്പൊ ബിരിയാണിയായി. ഓ, മീന് ഭയങ്കര ലാവിഷായി സ്കൂളുകളിലൊക്കെ. അടിപൊളി. നമ്മൾ ഇനി കൊച്ചായെങ്കിൽ മതിയായിരുന്നു. സത്യം. ഓ, കൊച്ചു വാവ.